റോക്കി എന്ന നായ്ക്കുട്ടി. റോക്കി എന്ന നായ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ നായ്ക്കുട്ടിയായിരുന്നു. അവന്റെ വായിൽ അവൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മനോഹരവും ഗംഭീരവും അതിശയകരവുമായ ഒരു എല്ലിൻ കഷ്ണമുണ്ടായിരുന്നു. ഈ രുചികരമായ നിധി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും, അവൻ ചിന്തിച്ചു. മണിക്കൂറുകളോളം തന്റെ സമ്മാനം ചവച്ചരച്ച് മൃദുവും സുഖപ്രദവുമായ തന്റെ കിടക്കയിൽ ഇരിക്കുന്നത് അവൻ മനസ്സിൽ കണ്ടു. വീട്ടിലേക്കുള്ള അവന്റെ വഴി ഒരു ചെറിയ മരപ്പാലത്തിലേക്ക് എത്തിച്ചു. അത് ശാന്തവും തെളിഞ്ഞതുമായ ഒരു പുഴയ്ക്ക് കുറുകെയായിരുന്നു. വെള്ളം കൊണ്ടുള്ള കണ്ണാടി പോലെ തോന്നിപ്പിച്ചു. അവൻ ശ്രദ്ധയോടെ പാലത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ താഴേക്ക് നോക്കി. അവൻ ഞെട്ടിപ്പോയി. വെള്ളത്തിൽ നിന്ന് മറ്റൊരു നായ അവനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ നായയുടെ വായിലും ഒരു എല്ലിൻ കഷ്ണമുണ്ടായിരുന്നു. റോക്കി തുറിച്ചുനോക്കി. അവന്റെ അത്യാഗ്രഹമുള്ള കണ്ണുകൾക്ക് ആ എല്ലിൻ കഷ്ണം തന്റേതിനേക്കാൾ വലുതും കൂടുതൽ കൊഴുപ്പുള്ളതുമായി തോന്നി. റോക്കിയുടെ തലയിൽ ഒരു സ്വാർത്ഥമായ ചിന്ത വന്നു. എനിക്ക് ആ എല്ല് വേണം. 2 എണ്ണം കിട്ടുമെന്നിരിക്കെ എനിക്കെന്തിനൊരെണ്ണം മാത്രം? മറ്റേ നായയെ പേടിപ്പിച്ച് അതിന്റെ എല്ല് താഴെ ഇടിയിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. അവനൊരു ദീർഘശ്വാസമെടുത്ത് ഉച്ചത്തിൽ കുരയ്ക്കാൻ വേണ്ടി വായ പരമാവധി തുറന്നു. ബൗ! അവൻ കുരച്ചു. ആ ശബ്ദം പ്രതിധ്വനിച്ചപ്പോൾ അവന്റെ സ്വന്തം എല്ലിൻ കഷ്ണം വായിൽ നിന്ന് താഴേക്ക് വീണു. ബ്ലും! ആ എല്ല് മണലുള്ള അടിത്തട്ടിലേക്ക് വേഗത്തിൽ താഴ്ന്നുപോയി എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഓളങ്ങൾക്കൊപ്പം മറ്റേ നായയും അതിന്റെ വലിയ എല്ലും പൂർണ്ണമായും അപ്രത്യക്ഷമായി. റോക്കിയൊന്നുമില്ലാതെ വീട്ടിലേക്ക് നടന്നു. അവന്റെ വാൽ താഴ്ന്നിരുന്നു. വയറ് കാലിയായിരുന്നു. കൂടുതൽ ആഗ്രഹിച്ചാൽ ഉള്ളതുകൂടി നഷ്ടപ്പെടുമെന്ന് അവൻ ഒരു പാഠം പഠിച്ചു.